ഹായ്, ഞാൻ ഡോക്ടർ ശ്യാമിലി, ഡെൻ്റൽ സർജൻ, മാർക്കറ്റ് ഡയഗ്നോസ്റ്റിക് ആൻഡ് പോളിക്ലിനിക് തൃശ്ശൂർ. പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒബ്വിയസ്ലി നമുക്ക് പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ധാരാളം അവൈലബിൾ ആണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു അഡ്വാൻസ് ഡെൻറ്റിസ്ട്രിയിൽ. നമുക്ക് രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് റിമൂവബിൾ ആയിട്ടുള്ള അപ്ലയൻസസ് വഴിയോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രോസസ്സസ് വഴിയോ ആണ് നമുക്കിത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ ഫിക്സ്ഡ് പ്രോസസ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് വെക്കുന്ന പല്ലുകൾ, നമുക്ക് എപ്പോഴും ഊരി മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇപ്പോൾ രണ്ട് പല്ലിൻ്റെ ഇടയിലുള്ള പല്ലാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് ഓപ്ഷനിൽ വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് FPD എന്ന് പറയും, എന്നുവെച്ചാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രോസസ്സസിനെയാണ് FPD എന്ന് പറയുന്നത്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് സപ്പോർട്ടിന് നമുക്ക് പല്ലിൻ്റെ അത്യാവശ്യമുണ്ട്, നമുക്ക് സൈഡിൽ നിൽക്കുന്ന പല്ലിൻ്റെ സപ്പോർട്ട് എടുക്കേണ്ട അത്യാവശ്യമുണ്ട്. സോ അത്രയും രീതിയിലുള്ള പല്ലുകൾ സപ്പോർട്ടിന് എടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് അനദർ ഓപ്ഷനാണ് ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റ്. ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണിൻ്റെ സപ്പോർട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ഒരു പുതിയൊരു പല്ല് റീപ്ലേസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈറ്റാനിയം സ്ക്രൂസ് ആണ്. അത് വളരെ നമുക്ക് ബയോ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ടൈറ്റാനിയം സ്ക്രൂസ് ആണ്, നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സ്ക്രൂസ് ആണ്. സോ അതിൻ്റെ മുകളിലേക്കാണ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രൗൺ പോർഷൻ വരുന്നത്. ആൻഡ് ലാസ്റ്റിൽ വരുന്നതാണ് റിമൂവൽ ആയിട്ടുള്ള അപ്ലയൻസസ്. എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ പല്ല് നഷ്ടപ്പെട്ടത് അവിടെ നമുക്ക് ഊരി മാറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റുകൾ. അത് ഇപ്പോൾ മോസ്റ്റ്ലി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള മൗത്ത് സെറ്റ് ഉണ്ട്, കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് എന്ന് പറയും. ആൻഡ് ഇപ്പോൾ നമുക്ക് ആ കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് മാത്രമല്ല, ഇപ്പോൾ ചില പല്ലുകൾ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അത് മാത്രമാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ നമുക്കത് ആ ഒരു പ്ലേസിലുള്ള പല്ലുകൾ മാത്രം റീപ്ലേസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. സോ അത് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് ഏതെല്ലാം ആൾക്കാരിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരാളുടെ ഒരു ഏജും നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോണിൻ്റെ സ്ട്രെങ്തും ടീത്തിൻ്റെ സ്ട്രെങ്തും എല്ലാം നോക്കിയിട്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുക. സോ അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. സോ കീപ് സ്മൈലിംഗ്. താങ്ക് യു.